മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ നിയമവ്യവസ്ഥയെ എങ്ങനെ വിലയിരുത്തുന്നു? മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ ഒരു പ്രത്യേകത നമ്മുടെ പോലീസുമായിട്ട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ നമ്മുടെ നിയമ പാലനവുമായിട്ട് ബന്ധപ്പെടുത്തി ആണ് ഞാൻ പറയുന്നത്. മറ്റ് ജിയോഗ്രഫിക്കൽ അങ്ങനത്തെ കാര്യങ്ങളല്ല. ഒന്നാമത് നമ്മൾ അന്യസംസ്ഥാന തൊഴിലാളികൾ വളരെയധികം ജോലി ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മുടെ പെരുമ്പാവൂർ, ആലുവ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അന്യസംസ്ഥാനക്കാരാണ് കൂടുതൽ. നാട്ടുകാർ കുറഞ്ഞു എന്നുള്ളൊരു അവസ്ഥയുണ്ട്. അവർ ലഹരി കടത്തും, മറ്റ് പല പല അവർക്ക് റൂട്ട്സ് ഇവിടെ ഇല്ലല്ലോ. പലരും ബംഗ്ലാദേശിൽ നിന്ന് വന്നവരാണ്, കള്ള ആധാർ കാർഡൊക്കെ ആയിട്ട് വന്നതാണെന്നൊക്കെയുള്ള പരാതികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ തന്നെ പണ്ട് ഒരു പെരുമ്പാവൂർ ഒരു LLBക്ക് പഠിക്കുന്ന ഒരു പെങ്കൊച്ചിനെ വളരെ മൃഗീയമായിട്ട് കൊലപ്പെടുത്തിയത്, പിന്നെ പല പല കേസുകളിൽ പെടുകയും ക്രൈമിൽ പെടുകയൊക്കെ അന്യ സംസ്ഥാന തൊഴിലാളികൾ പെടുന്നുണ്ട്. അതൊരു മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒരു കേരളത്തിൻ്റെ ഒരു നിയമപാലനത്തിലൊരു പ്രശ്നമാണ്. ഇതേപോലെ ഇനി അടുത്ത് പഞ്ചാബിൽ അങ്ങനത്തെ കുറച്ച് അന്യ സംസ്ഥാനക്കാരുണ്ട്. പക്ഷേ കേരളത്തിൽ ഇനി വളരെ അകലെയാണ് അവർ വരുന്നത്. അവരിവിടെ ആസാമിൽ നിന്നും ബംഗാളിൽ നിന്നും ഒറീസയിൽ നിന്നും ഛത്തീസ്ഗഡിൽ നിന്നും ബീഹാറിൽ നിന്നൊക്കെ ഇവിടെ വരുന്നു, താമസിക്കുന്നു. കുറേ കാലം അവർ താമസിക്കുന്ന സ്ഥലങ്ങളൊന്നും അത്ര വൃത്തി ഉള്ളതായിരിക്കണമെന്നില്ല, അവരുടെ ഈ ഹാബിറ്റ്സ് നല്ലതായിരിക്കണമെന്നില്ല, പല പല പ്രശ്നങ്ങൾ അതുകൊണ്ടുണ്ടാകുന്നുണ്ട്. രണ്ടാമത് കേരളത്തിൽ ഈ ആൽക്കഹോള്, മദ്യം ഉപയോഗം വളരെ കൂടുതലാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതേപോലെ മുട്ടിന് ബെവറേജ് ഔട്ട്ലെറ്റുകളും ബാറുകളും സർക്കാർ സുലഭമായിട്ട് ഈ മദ്യം ലഭ്യമാക്കുന്ന ഒരു നയമാണല്ലോ ഇപ്പോൾ ഉള്ളത്. പണ്ട് ഈ പിണറായി വിജയൻ സർക്കാർ 2016 ഇലക്ഷൻ സമയത്തൊക്കെ ഇവിടെ നമ്മൾ പുതിയ ബാറുകൾ അനുവദിക്കത്തില്ല, മദ്യം മോശമാണ് എന്നൊക്കെ പറഞ്ഞ് TV പരസ്യങ്ങൾ ഇന്നസെൻറ്റിനെ പിന്നെ വേറെ ഒരു സിനിമാ സാറിനെയൊക്കെ വെച്ചൊക്കെ അന്ന് LDF വരും എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞിരുന്നുണ്ട്. പക്ഷേ അവർ പിന്നീട് ബാറുകളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂട്ടി, എല്ലായിടത്തും എല്ലായിടത്തും ലഭ്യം, ബെവറേജ് ഔട്ട്ലെറ്റിൻ്റെ എണ്ണം കൂട്ടി, എവിടെയും സുലഭമായി മദ്യം ഉപയോഗിക്കുന്നത്. അപ്പോൾ മദ്യം ഉപയോഗിച്ച ശേഷം മദ്യപിച്ച് വണ്ടി ഓടിക്കുക, അതിനുശേഷം ബഹളം ഉണ്ടാക്കുക, പല പല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. അടുത്ത ഒരു കാര്യം, NRI പോപ്പുലേഷൻ, ഈ ഗൾഫിലും അവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ കുറേയധികം ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അവർ ജോലിക്കെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകും, വീട്ടുകാർ തന്നെയായിരിക്കും. അപ്പോൾ അതിൻ്റേതായ കുറേ നിയമപരമായിട്ടുള്ള കുറേ നിയമപാലകർക്ക് കുറേ പ്രശ്നങ്ങൾ അത് മൂലം ഉണ്ടാകുന്നുണ്ട്. അടുത്തൊരു കാര്യം, ഈ പ്രായമായവർ ഏറ്റവും അധികം താമസിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. ഇപ്പോൾ ഇപ്പോൾ ചില പത്തനംതിട്ട പോലെയുള്ള ജില്ലകളിലൊക്കെ പ്രായമായവർ മാത്രമേ ഉള്ളൂ അവിടെ. പിള്ളേരൊക്കെ ഇവിടെ കേരളത്തിൽ ജോലിയും കിട്ടത്തില്ല, ജോലിക്ക് ശമ്പളവും ഇല്ല, പിന്നെ ഇവിടെ പല പല മെറിറ്റിനും വലിയ സ്ഥാനമില്ല. അങ്ങനെ പഠിക്കാനും ഒരു വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങൾ അറിയാമല്ലോ. ഇപ്പോൾ പല പല പരീക്ഷകൾ തന്നെ ഒന്ന് നടത്തുന്നത് കഴിഞ്ഞ് പിന്നെ ക്യാൻസൽ ചെയ്യും. അങ്ങനെ പല പല പ്രശ്നങ്ങളാണ് ഇവിടെ. അപ്പം ഇവിടുന്ന് പഠിക്കാൻ വേണ്ടി പിള്ളേർ പുറത്തേക്ക് പോകും, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി പുറത്തേക്ക് പോകും. അപ്പോൾ പ്രായമായവർ മാത്രമേ ഉള്ളൂ. അപ്പം ഈ പ്രായമായവർക്ക് എന്തെങ്കിലും അവർ തന്നെയല്ലേ താമസിക്കുന്നത്, അവിടെ കള്ളം കയറാം, മോഷ്ടിക്കാം, അവരെ വെട്ടിക്കൊല്ലാം, അങ്ങനെയുള്ള ക്രൈംസ്, അവരുടെ സുരക്ഷ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ കൂട്ടുകൂടമല്ലാത്തതുകൊണ്ട് പ്രായം തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വിഷയങ്ങൾ നമുക്ക് കൂടുതലുണ്ട്. ഇനി അടുത്തൊരു കാര്യം, ഈ നാച്ചുറൽ കലാമിറ്റീസ്, പ്രകൃതിക്ഷോഭങ്ങൾ കുറേ അധികം ഉണ്ടാകുന്ന ഒരു സംസ്ഥാനമാണ്. നമുക്കിപ്പം ഈ പ്രകൃതിക്ഷോഭങ്ങളും ആക്സിഡൻസും ഉണ്ടാകുന്നുണ്ട്. പ്രകൃതിക്ഷോഭങ്ങൾ ഈ മണ്ണിടിച്ചിൽ, അതായത് ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞിട്ട് വയനാട്ടിലുണ്ടാകുന്നു, ഇടുക്കിയിലുണ്ടാകുന്നു, പാലക്കാടുണ്ടാകുന്നു, പല സ്ഥലങ്ങളിലും ഉണ്ടാകുമ്പോഴത്തേനും അതിൽ പോലീസ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇത് വരുന്നുണ്ട്. വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകുന്നുണ്ട്, കടലാക്രമണം എന്നും പറഞ്ഞിട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊരു പോലീസിന് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒരു കൂടുതൽ ഈ ക്രൗഡ് കൺട്രോളിനും ലോ ആൻഡ് ഓർഡർ മെയിൻ്റനൻസിനും അങ്ങനത്തെ ഒരു കാര്യങ്ങൾക്ക് കൂടുതൽ പണി വരുന്നുണ്ട്. അടുത്തൊരു കാര്യം, കോസ്റ്റൽ സെക്യൂരിറ്റി. നമുക്ക് ഇപ്പം ഈ ഉത്തർപ്രദേശിന് കടലൊന്നുമില്ലല്ലോ, ഹിമാചൽ പ്രദേശിന് കടലൊന്നുമില്ല, പഞ്ചാബിന് കടലൊന്നുമില്ല. പക്ഷേ നമുക്ക് ഈ കടൽ തീരം എന്ന് പറയുന്നത് കുറേയധികം ഹാർബറുകളും അതുപോലെ 220ഓളം നോട്ടിഫൈഡ് ഫിഷ് ലാൻഡിങ് സെൻറ്റേഴ്സുണ്ട്.
അപ്പോൾ പിന്നെ കടലിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കടലിൽ കൂടി പല സ്വർണ്ണമോ കഞ്ചാവോ ലഹരി അതൊക്കെ വരുന്നു. ഇനി എന്ന് തന്നെയല്ല, നമ്മുടെ ചില കപ്പലുകളൊക്കെ കടലിൽ പോയി തീ പിടിക്കുന്നു, കടലിൽ പോയി മുങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കണ്ടെയ്നറൊക്കെ നമ്മുടെ തീരത്ത് വരുന്നു. മീനിൻ്റെ പ്രശ്നം, പൊല്യൂഷന്, അങ്ങനെ ഇതെല്ലാം പോലീസ് അവിടെ ഇതിൻ്റെ കാര്യങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഒരു 12 നോട്ടിക്കൽ മൈൽ, ഏകദേശം 10-20 കിലോമീറ്ററോളം കടലിലേക്ക് ഇൻലാൻഡ് വെസൽ, അതായത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പോലീസിൻ്റെ ഒരു നിയന്ത്രണത്തിലുള്ള കോസ്റ്റൽ പോലീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രത്യേക വിങ്ങുണ്ട്. അപ്പോൾ അത് ഒരു പ്രശ്നമുള്ളൊരു മറ്റ് സംസ്ഥാനങ്ങൾ, പല സംസ്ഥാനങ്ങളോട് കമ്പയർ ചെയ്യുമ്പോൾ തമിഴ്നാടിനുണ്ട്, പക്ഷേ വേറെ ചില സംസ്ഥാനങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നമില്ല. അടുത്ത ഒരു പ്രത്യേകത കേരളത്തിൻ്റേത് നമ്മളുടെ റോഡ്, ട്രാഫിക് ഒക്കെയാണ്. കേരളത്തിൽ മാത്രമാണ് റോഡിന് വീതി വളരെ കുറച്ച് മതി എന്ന് ഇവിടുത്തെ മുഖ്യമന്ത്രിയും സർക്കാരും കേന്ദ്രത്തിൽ പറഞ്ഞത്. നാഷണൽ ഹൈവേക്ക് 35 മീറ്റർ മതി ഞങ്ങൾക്ക്, മറ്റ് ഇതൊക്കെ 60 മീറ്റർ, ചിലപ്പോൾ അതിനേക്കാളും കൂടുതലൊക്കെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ. അപ്പോൾ നമുക്ക് വീതി കുറഞ്ഞു മതി. അപ്പം കേരളത്തിലെ റോഡുകൾ വളരെ വീതി കുറവാണ്. അത് നമ്മുടെ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് മറ്റുമാണ്. അതുപോലെ റോഡിൻ്റെ മീഡിയന് നടുക്ക് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് റോഡ് വണ്ടി ക്രോസ് ചെയ്യണമെങ്കിൽ ആ ഒരു വണ്ടിയുടെ നിങ്ങൾ ഇടയ്ക്ക് കൂടുതൽ ഗ്യാപ്പ് വേണം മീഡിയന് എന്നുള്ളതാണ് കൺസെപ്റ്റ്. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് അച്യുതാനന്ദൻ പറഞ്ഞു നമുക്കിവിടെ സ്ഥലമില്ല, അതുകൊണ്ട് അത്രയൊന്നും വീതി വേണ്ട മീഡിയന്. പക്ഷെ അപ്പോഴത്തേനും പറയാമല്ലോ, നമ്മൾ റോഡ് പോകുമ്പോഴത്തേക്കും ഒരു റൈറ്റ് സൈഡിലേക്ക് തിരിയേണ്ട ഒരു വണ്ടി ഉണ്ടെങ്കിൽ അതിന് പുറകെ പോയി കിടന്ന് കുറേ പ്രശ്നം ഉണ്ടാകുന്നു, പല പല ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ ഒന്ന് ഈ റോഡിന് വീതി കുറഞ്ഞതുകൊണ്ടും മീഡിയൻ്റെ അങ്ങോട്ട് അപ്പുറത്തേക്ക് തിരിയാൻ വേണ്ടിയുള്ള സ്ഥലം ആവശ്യമില്ലാത്തതുകൊണ്ടും, പിന്നെ നമ്മുടെ റോഡ് ഡിസിപ്ലിൻ വളരെ മോശമായതുകൊണ്ടും, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കുറേ കൂടിയതുകൊണ്ടുമൊക്കെ ഡെൻസിറ്റി ഓഫ് വെഹിക്കിൾസും റോഡിൽ കൂടുതലാണ്. അപ്പോൾ കൂടുതൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സംസ്ഥാനം ഞാൻ പറയുന്നത്, നഗരങ്ങൾ ചിലത് ബാംഗ്ലൂരോ അല്ലെങ്കിൽ ബോംബെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെക്കാളും കൂടുതൽ പ്രശ്നങ്ങളുണ്ടായേക്കാം. പക്ഷേ ഒരു സംസ്ഥാനമായിട്ട് നോക്കുമ്പോൾ നമുക്ക് മൊത്തത്തിലൊരു പ്രശ്നമാണ്. പിന്നെ അടുത്തൊരു പ്രശ്നം, ഒരു അർബൻ ആണ് കൂടുതൽ. മറ്റ് സംസ്ഥാനങ്ങളിൽ വില്ലേജ് സിസ്റ്റം ഉണ്ട്. ഒരു 10-100-200 വില്ലേജിൽ ഒരു വീട് ഒരിടത്ത്, അത് കഴിഞ്ഞാൽ പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊരു, അപ്പം പോലീസിങ് ഭയങ്കര എളുപ്പമാണ്. അവിടെ ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ അവിടെ കമ്മ്യൂണിറ്റിക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എളുപ്പമുണ്ട്. ഇവിടെ അങ്ങനെയല്ലേ, ഒരു അർബൻ, എക്സ്റ്റെൻഡഡ് അർബൻ ആണ്, എല്ലായിടും അർബനാണ്. അപ്പം അങ്ങനെയുള്ളൊരു പ്രത്യേകത കേരളത്തിനുണ്ട്. പിന്നെ നമ്മുടെ ടൂറിസ്റ്റ് ഇവിടെ ഒരു ഗോഡ്സ് ഓൺ കൺട്രി എന്ന് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു. കോവളത്ത് ഒരു റീഗ എന്ന് പറഞ്ഞ് യൂറോപ്പിൽ നിന്ന് വന്ന ഒരു സ്ത്രീയെ ആരോ കൊണ്ടുപോയി കൊല്ലുകയും പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് കണ്ടുപിടിക്കാനൊക്കെ പറ്റിയത്. ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിലാണല്ലോ ഇടയ്ക്കിടയ്ക്ക് ടൂറിസ്റ്റിനോട് ആക്രമണം ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ അത് കേരളത്തിൽ ഒരു പ്രശ്നമാണ്. അടുത്ത കാലത്ത് വൈൽഡ് ലൈഫിൻ്റെ, അതായത് കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ മനുഷ്യർ കൊല്ലുന്നത്, അത് പുലി ഇവിടെ വരെ വരുന്നു. കഴിഞ്ഞ ദിവസം തൊടുപുഴ ടൗൺ വരെയൊക്കെ കാട്ടാന ഇറങ്ങി വന്നു എന്ന് പറയുന്നു. പുലി കണ്ണൂർ ടൗണിൽ വരുന്നു, പാലക്കാട് വരുന്നു. അപ്പോൾ ആന എവിടെയും വരാം, പുലി എവിടെയും വരാം, കാട്ടുപന്നി എവിടെയും വരാം, കാട്ടുപോത്ത് എവിടെയും വരാം. കാഞ്ഞിരപ്പള്ളി വന്ന് കാട്ടുപോത്ത് രണ്ടോന്ന് വരെ വീട്ടിലിരുന്നവരെ കൊല്ലുകയൊക്കെ ചെയ്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പോലീസിൻ്റെ ശ്രദ്ധ വേണ്ട. പോലീസിന് പ്രത്യേകത, കാരണം ഇത് ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ ഇൻക്വസ്റ്റും പരിപാടിയൊക്കെ പോലീസ് തന്നെ പോയി ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനത്തെ ജീവന സ്വത്തിന് സംരക്ഷണം കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം പോലീസിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതകൾ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒരു സംസ്ഥാനം എന്ന നിലയിൽ നമുക്ക് കുറേയധികം പോലീസിൻ്റെ കാര്യത്തിൽ പ്രത്യേകതകളുണ്ട്. പിന്നെ സൈബർ ക്രൈംസും പിന്നെ ഈ സാമ്പത്തിക കുറ്റപ്പാടുകളും ഒക്കെ മിക്ക സംസ്ഥാനങ്ങളിലും ഉണ്ട്. ഇവിടെ ചിലപ്പോൾ കൂടുതലായിരിക്കാം സാമ്പത്തിക തട്ടിപ്പിൽ പോയിപ്പെടുന്നവരുടെ എണ്ണം. ഇവിടെ മീൻസ് ഇടയ്ക്കിടയ്ക്ക് എത്ര തട്ടിപ്പിൽപ്പെട്ടാലും നമ്മൾ പഠിക്കത്തില്ല എന്നുള്ളൊരവസ്ഥ കേരളത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറേയധികം പരാതികളല്ലോ. ഒരു തട്ടിപ്പിൻ്റെ ഒരു പ്രശ്നം വരുമ്പോഴത്തേനും 100 കണക്കിന് പരാതികളാണ് വരുന്നത്. അപ്പോൾ അത്രയും കേസുകൾ രജിസ്റ്റർ ചെയ്യണം. അങ്ങനത്തെ ഒരു പ്രശ്നം കേരളത്തിലുണ്ട്. തട്ടിപ്പ് ഒരിക്കലും നിൽക്കുന്നില്ല, വീണ്ടും നമ്മൾ തട്ടിപ്പിൽ പോയിപ്പെടുന്നു എന്നുള്ളൊരു കാര്യമൊക്കെയാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ അത്രയും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഈ ഒരു തട്ടിപ്പിൽ പെട്ട് കഴിഞ്ഞാൽ പഠിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയില്ല, നമ്മൾ ഒരിക്കലും പഠിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വ്യത്യാസങ്ങൾ മറ്റു സംസ്ഥാനങ്ങളെ സംരക്ഷിച്ച് പോലീസിൻ്റെ പ്രവർത്തനത്തിൽ, നിയമപാലനത്തിൽ കേരളത്തിൽ തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്.